പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ മുന്നണി രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. ജമാഅത്ത് ഇസ്ലാമിയും PDPയും പോലുള്ള പാർട്ടികളും നിർണായകമാണ്. കുന്നത്തുനാട് പോലുള്ള സ്ഥലങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ 2020 വളരെ നിർണായകമാണ്. സ്വതന്ത്രർ വളരെ നിർണായകമായി നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ അങ്ങനെ വളരെ ഗൗരവമായ തെരഞ്ഞെടുപ്പാണ് താഴേക്ക് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിനിടയിലാണ് LDFിൽ പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടായത്. സുനാമി ഉണ്ടായതുപോലെ, ഭൂകമ്പം ഉണ്ടായതുപോലെ, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയതുപോലെ പെട്ടെന്നാണ് ഉണ്ടായത്. എന്താ പെട്ടെന്നുണ്ടാവാൻ കാരണം? മന്ത്രിസഭ അറിയാതെ സെക്രട്ടറി ഒപ്പിട്ടു. ഇതാണ് വിഷയം. മന്ത്രി അറിഞ്ഞു, മന്ത്രി അറിയാതെ ഒപ്പിടാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ മന്ത്രിസഭ അറിയാതെ കയറി ഒപ്പിട്ടു. ഇതേ വിഷയം ADB സമയത്തും ഉണ്ടായിരുന്നു. ഇവിടെ ADBയുടെ ഫണ്ട് വാങ്ങാൻ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, പാലോള് മുഹമ്മദ്കുട്ടി പഞ്ചായത്ത് മന്ത്രിയായിരുന്നപ്പോൾ ADBയുടെ ഫണ്ട് വാങ്ങാൻ ഇതുപോലെ ഫണ്ട് വാങ്ങി. പിന്നെയാണ് അറിഞ്ഞത് VS അച്യുതാനന്ദൻ. പക്ഷെ അപ്പോഴത്തെ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇവിടെ ഇതാ സെക്രട്ടറി ഒപ്പിട്ടു. അപ്പോൾ സെക്രട്ടറിക്ക് ഇതറിയാം, രണ്ട് ക്യാബിനറ്റിൽ ഇത് മാറ്റി വെച്ചതാണെന്ന് അറിഞ്ഞിട്ട് സെക്രട്ടറി ഒരു ധൈര്യത്തിൽ അങ്ങ് ഒപ്പിടാൻ പോയതാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? RJDയും അതുപോലെ ജനതാദളും അതുപോലെ തന്നെ നമ്മളെ NCPയും കേരള കോൺഗ്രസും ഒക്കെ വ്യത്യസ്ത തട്ടുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. NCP ഒരു നമ്മളെ ശശീന്ദ്രൻ മിനിസ്റ്റർ AR പിണക്കണ്ട എന്നുള്ള നിലയിൽ, CPMനെയും പിണക്കണ്ട, CPIയും പിണക്കണ്ട എന്നുള്ള നിലയിൽ ഇതൊന്നും നടപടി എന്നൊക്കെ പറഞ്ഞ് അവർ മനുഷ്യന് മനസ്സിലാവാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് NCPയുടെ ശശീന്ദ്രൻ അവർ വന്നു. വളരെ കൃത്യമായി ഇത് ശരിയാണ്, ഈ ഫണ്ട് വാങ്ങണം, ഏത് കണക്കിലായാലും ഫണ്ട് നമ്മൾ വാങ്ങണം എന്നുള്ള കൺസെപ്റ്റിലാണ് ജോസ് കെ മാണി കേരള കോൺഗ്രസ് നിൽക്കുന്നത്. അതേസമയം ജനതാദളിലും മറ്റ് പാർട്ടികളും ഒക്കെ നിൽക്കുന്നത് ഇത് വാങ്ങണ്ട, CPIയുടെ നയമാണ് നല്ലത്, അത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ വാങ്ങിയത് ശരിയായില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. എന്തായാലും രണ്ട് തരം അഭിപ്രായവും വരുന്നതും പ്രാദേശിക തെരഞ്ഞെടുപ്പിന്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ ബഹളമുണ്ടാകും. പ്രത്യേകിച്ച് ശിവൻകുട്ടിയുടെ കോലം കണ്ണൂരിൽ കത്തിച്ചു. വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് AISFൻ്റെ AIVFൻ്റെ മാർച്ച് വെച്ചിട്ടുണ്ട്. ശിവൻകുട്ടി മന്ത്രിയുടെ വീട്ടിലേക്ക് വസതിയിലേക്ക് വെച്ചിട്ടുണ്ട്, ഔദ്യോഗിക വസതിയിലേക്ക് വെച്ചിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. AISF AIVFും വലിയ തോതിലാണ് സമരത്തിലേക്ക് പോകുന്നത്. CPI അതിന് പച്ചക്കൊടി കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുന്ന പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പിൽ, കാരണം ഇപ്പോൾ ഉടൻ ഒരു മാസത്തിനകത്ത് ഇതെല്ലാം വരുമല്ലോ, തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പ്, പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണി സമവാക്യങ്ങളും ഈ മുന്നണികളിലെ പൊളിച്ചെഴുത്തുകളും മുന്നണിയിലെ പടലപ്പിണക്കവും പരസ്പരം പാരയും പരസ്പര വിശ്വാസമില്ലായ്മയും ഒക്കെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് തദ്ദേശ ഭരണത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞു, സ്വതന്ത്രർ മുതൽ ചെറിയ വോട്ടുകൾ നേടുന്നവരാണ് പലപ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്. ചെറിയ വോട്ടുകൾക്കാണ് പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ, അസംബ്ലിക്ക് കുറച്ചുകൂടി സമയമുണ്ട്, തെരഞ്ഞെടുപ്പിൽ ഈ പടലപ്പിണക്കങ്ങൾ, UDFിലെ LDFിലെ ഈ പടലപ്പിണക്കങ്ങൾ സ്വാധീനിക്കുമോ? അതിൻ്റെ നേട്ടം BJP കൊയ്യുമോ? അതോ UDFിനാണോ മേൽക്കൈ കിട്ടുക?